ഹായ് ഓൾ അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പപ്പായ വെച്ചിട്ടുള്ള ഒരു തൈര് കറിയുടെ റെസിപ്പിയും കൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് പലതരത്തിലും നമ്മൾ തൈര് കറി ഉണ്ടാക്കാറുണ്ട്. പപ്പായ വെച്ചിട്ട് തയ്യാറാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇനി തയ്യാറാക്കുമ്പോൾ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ചെയ്തെടുക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ പപ്പായയിൽ തൈരൊക്കെ ഒഴിച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടിയിൽ ഒരു അര പപ്പായ ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ചെറിയ പീസസ് സ്ക്വയർ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് നമുക്ക് ഈ ഒരു പീസ് മൂടി നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇതിലോട്ട് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലോട്ട് എരിവിന് ആവശ്യമായ പച്ചമുളക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ അതിനനുസരിച്ച് 2-3 ചേർത്ത് കൊടുത്താൽ മതി. എരിവ് കുറവാണെങ്കിൽ അതിനനുസരിച്ച് ഒരു 5-6 ചേർത്ത് കൊടുക്കാം. ഗാന്ധാരി മുളക് ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ ഇതിലോട്ട് ഏറ്റവും ബെസ്റ്റ്, നല്ല ടേസ്റ്റും അതിൻ്റെ ഒരു ഫ്ലേവർ. അപ്പോൾ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പച്ചമുളക് ചേർത്ത് കൊടുത്തത്. അപ്പോൾ അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ട് ഒരു അരപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3/4 കപ്പ് തേങ്ങ ചെരുവേത് എടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഇനി 4 ചുവന്നുള്ളിയും അതുപോലെ തന്നെ ഒരു 4 വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് വേണ്ടത് ചെറിയ ജീരകമാണ്. ചെറിയ ജീരകം ഒരു 3/4 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ജീരകത്തിൻ്റെ ഫ്ലേവർ അത്ര ഇഷ്ടമില്ലെങ്കിൽ കുറച്ച് അളവ് കുറവാക്കി ചേർത്താൽ മതി കേട്ടോ. ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു 3/4 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇത് മൂടി നിൽക്കുന്ന രീതിയിൽ വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് നല്ല പേസ്റ്റായിട്ട് ഇത് അരച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ പപ്പായ പീസസ് വെന്തിട്ടുണ്ട് കേട്ടോ. ഏകദേശമൊക്കെ വെന്ത് വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്. നല്ലോണം വെള്ളം വറ്റണ്ട, കാരണം നമ്മൾ വെള്ളം കൂടുതൽ ഒഴിച്ചിട്ടല്ല തേങ്ങ അരച്ചെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലാണ് തേങ്ങ അരച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഫുള്ള് വെള്ളം വറ്റേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതിലോട്ട് തന്നെ തേങ്ങ അരച്ച് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കറിക്ക് ആവശ്യമായ വെള്ളം കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കറിക്ക് ഏത് പരുവത്തിലാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു പരുവത്തിലുള്ള രീതിയിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ചിലർക്ക് നല്ല തിക്ക് കറിയായിരിക്കും ഇഷ്ടം, ചിലർക്ക് കുറച്ച് ലൂസായ കറിയായിരിക്കും ഇഷ്ടം. അപ്പോൾ ആ തേങ്ങ അവിടെ കിടന്നിട്ട് തിളക്കട്ടെ. ആ സമയം കൊണ്ട് ഞാൻ ഇവിടെ ഈ മിക്സിയുടെ ജാറിലോട്ട് തന്നെ ഒരു 1/2 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. ഈ തൈര് നമുക്കൊന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അപ്പം തേങ്ങ ഒഴിച്ചതിന് ശേഷം കറി നല്ല പോലെ ഒന്ന് തിളക്കണം കേട്ടോ. നല്ല തിള വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് തൈര് ഒഴിക്കുക. തൈര് ഒഴിച്ചതിന് ഉടനെ തന്നെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിലോട്ട് വെക്കണം, കാരണം മൺചട്ടിയാണ്. അപ്പോൾ തിള വന്നു കഴിഞ്ഞാൽ കറി അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഉടൻ തന്നെ ഫ്ലെയിം ഓഫാക്കി വെച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് വറവിട്ട് കൊടുക്കണം. ഇതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഞാനൊരു പാനിൽ വെച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലോട്ട് കടുകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കൊണ്ടാട്ടമുളകാണ്. കൊണ്ടാട്ടമുളക് ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ കറിയിൽ അത് കടിക്കുന്ന ഒരു സമയത്ത് നല്ല ടേസ്റ്റാണ്. ഇനി ഇതില്ല എങ്കിൽ വറ്റൽമുളക് ചേർത്ത് കൊടുത്താലും മതി, ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കണമെന്നില്ല കേട്ടോ. ഇനി ഞാൻ ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. കാരണം തീ കത്തുന്ന സമയത്ത് പൊടിയിട്ട് കൊടുത്താൽ പൊടി നല്ലപോലെ കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഒരു പിഞ്ച് മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുത്താൽ നല്ലൊരു കറിക്ക് നല്ലൊരു കളറും കിട്ടും, നല്ലൊരു ഫ്ലേവറുമാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ പപ്പായ വെച്ചിട്ടൊരു കറിയൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ നോൺ വെജായിട്ട് ചിക്കൻ പൊരിച്ചതോ അല്ലെങ്കിൽ ബീഫ് പൊരിച്ചതോ അല്ലെങ്കിൽ ഫിഷ് പൊരിച്ചതോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല കോമ്പിനേഷൻ. അതിനൊരു ഉപ്പേരിയുടെ ആവശ്യം കൂടി ഇല്ല, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തിട്ട് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും ചെയ്യട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.